ഭാരതത്തിന്റെ ഭൂപടത്തിൽ തെക്കേയറ്റത്ത് കിടക്കുന്ന ഒരു കൊച്ചു രാജ്യം. പക്ഷേ ചരിത്രത്തിൽ അതിന്റെ സ്ഥാനം ഹിമാലയത്തോളം ഉയരത്തിലാണ്. ഇത് തിരുവിതാംകൂറിന്റെ കഥയാണ്. കിരീടം ധരിച്ചവർ ദൈവത്തിന്റെ ദാസന്മാരായി മാറിയ അത്യപൂർവ ചരിത്രം. എട്ടുവീട്ടിൽ പിള്ളമാരെയും യോഗക്കാരെയും അടിച്ചമർത്തി മാർത്താണ്ഡവർമ്മ അധികാരം പിടിച്ചെടുത്തപ്പോൾ പിറന്നത് ആധുനിക തിരുവിതാംകൂറാൻ. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ചതോടെ ഒരു യൂറോപ്യൻ നാവികപ്പടയെ തകർത്ത ആദ്യ ഏഷ്യൻ ഭരണാധികാരിയായി അദ്ദേഹം മാറി. എന്നാൽ അധികാരത്തിന്റെ ഉച്ചിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ലോകത്തെ ഞെട്ടിച്ചു. തന്റെ രാജ്യം മുഴുവൻ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച തൃപ്പടിദാനം നടത്തി അദ്ദേഹം സ്വയം പത്മനാഭദാസനെന്ന് വിളിച്ചു. അതോടെ രാജ്യം ഒരു സ്വകാര്യ സ്വത്തല്ലാതായി മാറി. മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം വന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ അഥവാ ധർമ്മരാജ, ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തെ പ്രതിരോധിച്ച ധീരൻ. അയൽ രാജ്യങ്ങളിൽ നിന്ന് അഭയം തേടിയെത്തിയവർക്ക് അദ്ദേഹം തണലായി. അദ്ദേഹത്തിന്റെ കാലത്താണ് തലസ്ഥാനം പത്മനാഭപുരത്തു നിന്നും ഇന്നത്തെ തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. തിരുവിതാംകൂറിന്റെ അതിരുകൾ കാത്തത് അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യമായിരുന്നു. സംഗീതവും ഭരണവും ഒരേ നൂലിൽ കോർത്ത രാജാവായിരുന്നു സ്വാതി തിരുനാൾ. 400-ലധികം കീർത്തനങ്ങൾ രചിച്ച അദ്ദേഹം കർണാടക സംഗീതത്തിലെ അതികായനായി. പക്ഷേ അദ്ദേഹം വെറുമൊരു കലാകാരനായിരുന്നില്ല. 1834 ഇംഗ്ലീഷ് സ്കൂൾ തുടങ്ങിയതും തിരുവനന്തപുരത്ത് നക്ഷത്ര നിരീക്ഷണ കേന്ദ്രം അഥവാ അബ്സർവേറ്ററി സ്ഥാപിച്ചതും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമായിരുന്നു. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ വിത്തുകൾ അദ്ദേഹം ഇവിടെ പാകി. തിരുവിതാംകൂറിന്റെ സുവർണകാലമെന്ന് വിളിക്കാവുന്ന ഭരണമായിരുന്നു ആയില്യം തിരുനാളിൻ്റേത്. ദിവാൻ മാധവറാവുവിന്റെ സഹായത്തോടെ അദ്ദേഹം രാജ്യത്തെ കടക്കെടിയിൽ നിന്ന് രക്ഷിച്ചു. കൃഷി, ആരോഗ്യം, പൊതുമരാമത്ത് എന്നീ മേഖലകളിൽ വൻ പുരോഗതിയുണ്ടായി. വിദ്യാലയങ്ങളും ആശുപത്രികളും നാടിന്റെ മുക്കിലും മൂലയിലും ഉയർന്നുകേട്ടു. രാജഭരണത്തിനിടയിലും ജനാധിപത്യത്തിന്റെ സ്വരം കേൾപ്പിച്ചു തുടങ്ങിയത് ശ്രീമൂലം തിരുനാളാണ്. 1888 ഇന്ത്യയിൽ ആദ്യമായി ഒരു നിയമനിർമ്മാണ സഭ അദ്ദേഹം രൂപീകരിച്ചു. പിന്നീടിത് ശ്രീമൂലം പ്രജാസഭയായി മാറി. താഴേക്കിടയിലുള്ളവർക്കും പിന്നോക്കക്കാർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ അദ്ദേഹം പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കി. തിരുവിതാംകൂറിന്റെ അവസാനത്തെ ഭരണാധികാരി ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മ. 1936 അദ്ദേഹം പുറപ്പെടുവിച്ച ക്ഷേത്രപ്രവേശന വിളംബരം ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തി. ജാതിചിന്തകളുടെ മതിൽക്കെട്ടുകൾ തകർത്ത് എല്ലാവർക്കും ക്ഷേത്രങ്ങളിൽ പ്രവേശനം നൽകിയ ആ വിപ്ലവം കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ നവോത്ഥാനമാണ്. തിരുവനന്തപുരം വിമാനത്താവളവും പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയും കേരള സർവകലാശാലയും അദ്ദേഹത്തിന്റെ ദാനങ്ങളാണ്. തിരുവിതാംകൂർ രാജാക്കന്മാർ വെറുമൊരു രാജവംശമായിരുന്നില്ല. അവർ ഈ നാടിന്റെ മാറ്റത്തിന്റെ വേരുകളായിരുന്നു. ഇന്ന് കേരളം കൈവരിച്ച എല്ലാ സാമൂഹിക നേട്ടങ്ങൾക്കും പിന്നിൽ ആ ദീർഘവീക്ഷണത്തിന്റെ ഒരു പങ്കുണ്ട്. പത്മനാഭദാസന്മാരായി അവർ ഭരിച്ച മണ്ണിൽ ഇന്നും ആ പൈതൃകം ശ്വസിക്കുന്നു.